ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ദേ വൈകുന്നേരം വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മക്കൾ മേല് കഴുകുമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. സൈക്കിൾ ഓട്ടാൻ പോയത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും എന്തെങ്കിലും കാപ്പിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ റവ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവ് റവ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കുറച്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റോസ്റ്റഡ് റവയാണ്. പിന്നെ ഞാൻ ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉഴുന്ന് ചേർക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാൻ വെച്ചു, വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് ഇട്ട സമയത്ത് ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊട്ടലും ചീറ്റലൊന്നും പുറത്തേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞേരം പിന്നെ ഉഴുന്നിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ടു. ക്യാരറ്റും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ റവ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കൊത്താതെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏത് ഉപ്പുമാവായാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കൂടാനും കുറയാനും പാടില്ല. അതാ കറക്റ്റ് തന്നെ കിട്ടണം കേട്ടോ. എന്നാലേ സാധനം നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെത് ഓക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആവിയിലൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചു. അപ്പോൾ കാപ്പിക്ക് എടുത്തതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് ഫ്ലാസ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഉപ്പുമാവൊക്കെ റെഡിയായി. പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഹോളിൽ വെച്ചു. ഉപ്പുമാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. നമ്മൾ ആ ഒരു പാനോടൊക്കെ കൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഉപ്പുമാവിലേക്ക് ടച്ചിങ്സ് ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്നോർത്തത്. അപ്പോൾ പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു കേട്ടോ. പക്ഷേ ഇത് മക്കൾ കഴിക്കൊന്നുമില്ല, ഞാനും കൂട്ടുകാരനും മാത്രമേ കഴിക്കുകയുള്ളൂ. എന്നാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവും കാപ്പിയും കൂടി കുടിക്കുകയാണ്. അപ്പോൾ അല്ലു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലു ഏട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഉപ്പുമാവും കടികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പഴം മാത്രമാണ് അബി കഴിച്ചത്. പിന്നെ അച്ഛൻ എന്തോ കേക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റവ കേക്ക് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അത് കഴിച്ചിട്ടോ. ഞാൻ കൂട്ടുകാരനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഉപ്പുമാവ് എങ്ങനെ ഉണ്ട് എന്നാണ് കേട്ടോ. ഞാനിതിലുള്ള പച്ചമുളകൊക്കെ കഴിക്കും കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്കൊരു എരിവ് കടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ മക്കളൊക്കെ അതിങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. പച്ചമുളകായാലും കറിവേപ്പിലായാലൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.